തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2020 നവംബർ 26 സാർവത്രിക സഭ വിശുദ്ധ ബലിമധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 2 വരെയും 21 മുതൽ 23 വരെയും 19-ാം അധ്യായം 1 മുതൽ 3 വരെയും 9-ഉം. മിസ് ലൂക്കാസ് സുവിശേഷം 21-ാം അധ്യായം 20 മുതൽ 28 വരെയും തിരുവചനങ്ങൾ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനവും നമ്മോടുകൂടെ. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ദൈവവചനം നമ്മോട് പറയുന്നു. ഭൗമികതയുടെ നാശത്തിനു ശേഷം സ്വർഗീയത വെളിപ്പെടും. അവൻ്റെ സന്നിധിയിൽ നാം എല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടും. മഹിമപ്രഭാവത്തോടെ നമ്മെ വിധിക്കാനായി വരുന്ന ഒരുവനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് വേണം ഭൗമിക ജീവിതവാസകാലം നാം വിനിയോഗിക്കാൻ. നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഇപ്രകാരം ഒരു അന്ത്യവിധിക്ക് മുൻപിൽ അവതരിപ്പിക്കപ്പെടാനുള്ളവയാണ് എന്ന ബോധ്യം നിലനിർത്തിക്കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നിശ്ചയമായും ജീവിതം വഴിതെറ്റുകയില്ല, ക്രിസ്തുവചനത്തിൽ നിന്ന് അകന്നു പോകില്ല. ജെറുസലേമിന് ചുറ്റും സൈന്യം പാളയമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിന് നാശമടിത്തിരിക്കുന്നു എന്ന് തിരിച്ചറിയണം എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു പഴയ നിയമ ജീവിത പ്രവൃത്തിയുടെ മേഖലയെ മുഴുവൻ ഇങ്ങനെ നാശം ഗ്രഹിക്കും. അങ്ങനെ ക്രിസ്തുവചനത്തിൽ നിന്ന് അകന്നതെല്ലാം നശിച്ചു പോകും എന്ന ഓർമ്മപ്പെടുത്തലാണ് വചനഭാഗം നമ്മുടെ മുമ്പിൽ വയ്ക്കുക. ലൗകികമായവ, ലോകത്തിൻ്റെതായവ നിലനിൽക്കുന്നവയല്ലെന്ന ബോധ്യം. അപ്രകാരം നിലനിൽപ്പില്ലാത്തവയാണ്, അവ നാശോന്മുഖമാണ് എന്ന കാര്യം വചനം ഓർമ്മിപ്പിക്കുന്നു. പഴയ ജെറുസലേമിൻ്റെ പ്രതാപകാലം നിലനിർത്തിപ്പോന്നത് ഭൗമികമായ ഒരു കരുത്തിനെയാണ്. അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകുന്ന ഒന്നാണെന്നും ഭൗമികതയുടെ പ്രാഭവവും ബലവും നിലനിൽക്കുന്നതല്ലെന്നും വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകും. നിലനിൽക്കുന്നത് നിത്യതയുമായി ബന്ധപ്പെട്ട ജീവിതമാണ്. ഭൗമിക ജീവിതത്തിൻ്റെ സാമാന്യതകൾ നശിച്ചു പോകാനുള്ളവയാണെന്നും വരാനിരിക്കുന്ന ഒരു ലോകത്തെ പ്രത്യാശയോടെ നാം കാത്തിരിക്കേണ്ടതുണ്ടെന്നും വചനം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതാവസ്ഥയെ നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ രൂപമാറ്റങ്ങൾ കണ്ട് പലതും തിരിച്ചറിയേണ്ടതുണ്ട്. പ്രപഞ്ചത്തിൻ്റെ രൂപമാറ്റം കാണുമ്പോൾ തിരിച്ചറിയേണ്ടത് ഒരു അസ്ഥിരതയാണ്. ഭൗമികതയുടെ ഒരു അസ്ഥിരത നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. ദുരന്തങ്ങളായാലും മഹാമാരികളായാലും ലോകത്തിൻ്റെ സാമാന്യത നിലനിൽക്കുന്ന ഒന്നല്ലെന്ന് നമുക്കത് കാട്ടിത്തരുന്നുണ്ട്. ഒരു പഴയ ലോകത്തിന് നിലനിന്ന് പോകാൻ സാധ്യമല്ല. അപ്പോൾ പരിവർത്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റപ്പെടുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുക. അപ്രകാരം മാറ്റപ്പെടുന്ന ഈ ലോകത്തിൻ്റെ അവസാനം മാറ്റമില്ലാത്ത ഒന്നിലേക്ക് പ്രവേശിക്കുന്നുണ്ടെന്ന്, ക്രിസ്തുവാകുന്ന നിത്യതയുടെ പ്രകാശത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു ബോധ്യത്തോടെ ഒരു വീണ്ടും വരവിനെ കണ്ടുകൊണ്ട് വേണം നാം ജീവിക്കാൻ. ഭൗമിക ചുറ്റുപാടുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു നിത്യതയെക്കുറിച്ചാണ്. ഭൗമിക ലോകം മുഴുവൻ നമ്മുടെ മുമ്പിൽ അടയാളപ്പെടുത്തുന്നത് ഒരു നിത്യപ്രകാശത്തിൻ്റെ സ്ഫുരണങ്ങളെയാണ്. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ, ഭൗമിക ലോകത്താണ് ജീവിതം തളയ്ക്കപ്പെടുന്നതെങ്കിൽ നിശ്ചയമായും നിരാശയിലേക്ക് നാം നിബന്ധിക്കുമെന്നാണ് വചനമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുക. വെളിപാടിൻ്റെ പുസ്തകം ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒരു ദൂതൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ദൂതൻ വിളിച്ചു പറയുകയാണ്, മഹത്തായ ബാബിലോൺ വീണു. ബാബിലോൺ മഹിമപ്രഭാവത്തിൽ നിന്ന് വീണുപോയി, അത് നിബന്ധിച്ചിരിക്കുന്നു എന്ന് ദൂതൻ ഓർമ്മപ്പെടുത്തുന്നു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തുവെന്നും അവളുടെ വീഞ്ഞു പാനം ചെയ്തുവെന്നും അവരെല്ലാം തകർക്കപ്പെടുകയാണെന്നും അതിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഭൗമികതയുടെ ഒരു നിലനിൽപ്പില്ലായ്മ, ഭൂമിയുടെ താൽക്കാലികതയുടെ ഒരു പ്രകാശനമാണ് വചനത്തിലൂടെ പറയുക. മഹത്തായ ബാബിലോൺ വീണുപോയി. മഹിമപ്രഭാവമുണ്ടെന്ന് കരുതിയ ഇടമാണ് ബാബിലോൺ. ദൈവത്തിനെതിരായി ഉയർന്നു വന്ന നഗരമാണ് ബാബിലോൺ. ബാബിലോണിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് വെളിപാട് ഗ്രന്ഥകാരൻ പറയുക. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള, ദൈവത്തിൻ്റെ താല്പര്യത്തിന് വിഘാതമായി നിലനിൽക്കുന്ന ഭൗമികതയുടെ എല്ലാ പ്രാഭവവും നശിച്ചു പോകും, നിലനിൽക്കുന്നില്ല എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു തിരികല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞുകൊണ്ട് ദൂതൻ പറയുന്നുണ്ട്, ഇതേപോലെ അവൾ മെറിയപ്പെടും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഭൗമിക ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ജീവിതത്തിന് നിലനിൽപ്പില്ലെന്നും അത് കടലിലെറിയപ്പെടുമെന്നും വചനം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ടത്, നമ്മളെല്ലാം വിളിക്കപ്പെട്ടത് കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിനാണ്.
ഈ ലോകത്തിലെ താല്പര്യങ്ങൾക്കനുസരിച്ച്, ഭൗമികതയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാനല്ല നാം വിളിക്കപ്പെട്ടത്. ക്രിസ്തുവിൽ നമ്മെ തന്നെ ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാനാണ്. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിൽ പങ്കുചേരാനാണ്. ആ വിവാഹ വിരുന്നിലേക്കുള്ള ക്ഷണമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ളത്. നമ്മൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ബോധ്യത്തോടെ മനുഷ്യത്വത്തെ ദൈവത്തിലേക്ക് ഉയർത്തുന്ന ഒരു പ്രവൃത്തി വരാനിരിക്കുന്നു അവൻ്റെ വരവോടെ എന്ന ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും പ്രത്യാശാനിർഭരമായി, ഭൗമികവാസത്തിൻ്റെ ഓരോ നിമിഷത്തെയും പ്രത്യാശാനിർഭരമായി ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന, ആ വിവാഹ വിരുന്നിൽ പങ്കുചേരാനായി കാത്തിരിക്കുന്നവരുടെ മനോഭാവത്തോടെ ഭൂമിയിലായിരിക്കുന്ന ഓരോ നിമിഷവും പ്രത്യാശാനിർഭരമായി അവൻ്റെ വീണ്ടും വരവിനെ കാത്തിരിക്കാനും, നാം ഇങ്ങനെ ഈ വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തോടെ ജീവിതം നയിക്കാനും ദൈവവചനം നമ്മോട് പറയാം. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പിഴവുകളെ ഓർക്കാം. ഈ പ്രത്യാശയിൽ ഉറയ്ക്കാതെ പോയ, അതിൻ്റെ വരവിനെ കുറിച്ച് പ്രതീക്ഷിക്കാൻ പോലും കഴിയാതെ പോയ നമ്മുടെ ജീവിതത്തെ ഓർക്കാം. അതേപോലെ തന്നെ ഈ ഭൂമിയുടെ ചുറ്റുപാടുകളെ കണ്ടുകൊണ്ട്, ഭൗമികതയുടെ അസ്ഥിരതയെ കണ്ടുകൊണ്ട് സ്ഥിരമായ നിത്യമായ ഒരു ലോകത്തേക്കാണ് നാം പ്രവേശിക്കുന്നതെന്ന ബോധ്യം ഇല്ലാതെ ജീവിച്ചു പോയ നിമിഷങ്ങളെ ഓർക്കാം. ജീവിതത്തിൽ ക്രിസ്തുവചനത്തിനനുസരിച്ചല്ലാതെ പോയ ജീവിത നിമിഷത്തിൻ്റെ എല്ലാ വീഴ്ചകളെയും ഓർത്ത് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. ഒപ്പം തന്നെ ഹൃദയപരമായൊരു തീരുമാനമെടുക്കാം. ലക്ഷ്യം വയ്ക്കുന്നത് അവൻ്റെ മുൻപിൽ ഹാജരാകാനാണ്. അവൻ വീണ്ടും വരും. അവൻ വീണ്ടും വരുമ്പോൾ ഒരു വിരുന്നിലേക്ക് നമ്മെ സ്വീകരിക്കും. ഇതിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.